നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പഴം കഴിക്കുന്നവരാണ്. പലരുടെയും വീടുകളിൽ വാഴക്കൃഷിയുണ്ട്. അവർ സ്വന്തം പഴമായിരിക്കും കഴിക്കുന്നതെങ്കിലും പലരും വാങ്ങി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന പഴം കൃത്രിമമായി പഴുപ്പിച്ചതാണോ, എങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നത്? അതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ സുലഭമായി ലഭിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വാഴപ്പഴം നമ്മുടെ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടാറുണ്ട്. നാരുകളും ആവശ്യ പോഷകങ്ങളും അടങ്ങിയ പഴം ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. എന്നാൽ വിശ്വസിച്ച് കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന പഴം ചിലപ്പോൾ പണി തരാം. അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പഴുത്ത പഴങ്ങളെല്ലാം ഭക്ഷ്യയോഗ്യമായിരിക്കണമെന്നില്ല. അതായത് വിൽപ്പനയ്ക്കായി പച്ചപ്പഴം കാൽസ്യം കാർബൈഡ് പോലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് കൃത്രിമമായി പഴുപ്പിക്കുന്നതുമാകാം. ഇങ്ങനെ പഴുപ്പിക്കുന്ന പഴങ്ങൾ കഴിക്കുന്നത് ദഹനക്കേടിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. എങ്ങനെയാണ് കെമിക്കൽ ചേർത്ത പഴങ്ങൾ തിരിച്ചറിയുന്നത്? നിറം. പഴുത്ത പഴങ്ങൾക്ക് ഒരിക്കലും സ്വാഭാവികമായും ഒരേപോലെ തിളക്കമുള്ള മഞ്ഞ നിറം ഉണ്ടാവുകയില്ല. പഴം പഴുക്കുമ്പോൾ അതിലെ അന്നജം പഞ്ചസാരയായി മാറുന്നതിൻ്റെ ലക്ഷണമായി തോലിൽ ചെറിയ തവിട്ട് അല്ലെങ്കിൽ കറുപ്പ് പുള്ളികൾ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനെ ഷുഗർ സ്പോട്ടുകൾ എന്നാണ് പറയുന്നത്. പഴത്തിന് നല്ല മധുരമുണ്ടെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചവ ആണെങ്കിൽ പഴം മുഴുവൻ പ്ലാസ്റ്റിക് പോലെ തോന്നിക്കുന്ന കൃത്രിമമായ തിളക്കവും കടും മഞ്ഞ നിറവും ഉണ്ടാകും. നമുക്കിനി ഞെട്ട് പരിശോധിച്ച് നോക്കാം. പഴം വാങ്ങുമ്പോൾ അതിൻ്റെ ഞെട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പഴം സ്വാഭാവികമായി പഴുത്തതാണെങ്കിൽ അതിൻ്റെ ഞെട്ടും കറുത്തതോ കടും തവിട്ട് നിറത്തിലോ ആയിരിക്കും. എന്നാൽ ഞെട്ട് നല്ല പച്ച നിറത്തിലും പഴം മഞ്ഞ നിറത്തിലുമാണെങ്കിൽ അത് കെമിക്കൽ ഉപയോഗിച്ച് പഴുപ്പിച്ചതാകാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായി പഴുക്കുന്ന പഴങ്ങളുടെ ഞെട്ട് അല്പം ഉണങ്ങിയ നിലയിലായിരിക്കും ഉണ്ടാവുക. മണം പ്രധാനമാണ്. സ്വാഭാവികമായ പഴുത്ത നല്ല പഴത്തിന് ഒരു പ്രത്യേക സുഗന്ധം ഉണ്ടാകും. എന്നാൽ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നവയ്ക്ക് പലപ്പോഴും മണം കുറവായിരിക്കും. ഇവയ്ക്ക് ചിലപ്പോൾ നേരിയ തോതിൽ രാസവസ്തുക്കളുടെ ഗന്ധമോ അല്ലെങ്കിൽ പുല്ലിൻ്റെ മണമോ അനുഭവപ്പെട്ടേക്കാം. രുചിയും ഘടനയും. നന്നായി പഴുത്ത പഴം കഴിക്കുമ്പോൾ നല്ല മധുരവും മൃദുത്വവും അനുഭവപ്പെടും. എന്നാൽ കൃത്രിമമായി പഴുപ്പിച്ചവയ്ക്ക് മധുരം കുറവായിരിക്കും. ചിലപ്പോൾ ഇവയുടെ നടുഭാഗം കട്ടിയുള്ളതും തോൽ പൊളിക്കാൻ ഭയങ്കര പ്രയാസമുള്ളതുമായിരിക്കും. ഇത് കഴിച്ചാൽ തൊണ്ടയിൽ ചെറിയ അസ്വസ്ഥതയോ അസിഡിറ്റിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ സ്വന്തമായി പറഞ്ഞതല്ല, വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്ന അറിവാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.